നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തിരിയാൻ ഒരു ദിവസം കൂടി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 1748 പത്രികകളാണ് അംഗീകരിച്ചത്. പത്രികകൾ പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. UDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. കോട്ടയം ജില്ലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വിവിധ ബ്യൂറോകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയനും തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാറും കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷുമാണ് ചേരുന്നത്. ആദ്യം കൊച്ചിയിലേക്കാണ്, വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, മുഖ്യമന്ത്രി ഉണ്ട് ഇന്ന് മധ്യകേരളത്തിൽ. കോട്ടയത്ത് അദ്ദേഹത്തിന്റെ പ്രചാരണമുണ്ട്. മധ്യകേരളത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മൂഡ്? നാളെ ഒരു ഔദ്യോഗികമായി ഇതിന്റെ അന്തിമ ചിത്രം തെളിയും എന്ന് നാളെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോലും ഇപ്പോൾ തന്നെ നമുക്കത് വ്യക്തമാണ്. എത്രത്തോളം വാശിയോടെയാണ് മധ്യകേരളം ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ദിൽന, ഗോകുൽ. തിരഞ്ഞെടുപ്പിന്റെ അംഗം മുറുകിക്കഴിഞ്ഞു. സൂക്ഷ്മ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷം പോലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നാമനിർദ്ദേശ പത്രികയിൽ പോലും അതിൽ പരാതികൾ വരുന്നു. പിന്നീട് അതിന്റെ കൗണ്ടർ അവസാന നിമിഷം വരെ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ അവസാനം അത് സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ ഒരു നാടകീയത എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ആ ഒരു ചിത്രം പൂർത്തിയാകുമ്പോൾ എല്ലാവരും കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ്. പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ UDF സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും അതിൻ്റെ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രചാരണം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ LDFനായിരുന്നു ഒരു മുൻതൂക്കമെങ്കിൽ അതിനൊപ്പം എത്താൻ വേണ്ടി UDFും കൊണ്ടുപിടിച്ച ഒരു പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. ഇന്നലെ ഇടുക്കിയിലായിരുന്നു. ഇന്ന് കോട്ടയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും നടക്കുന്ന കൺവെൻഷനുകളിൽ പങ്കെടുക്കും. വൈകിട്ട് ജോസ് കെ മാണിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് പാലയിൽ അദ്ദേഹം എത്തുന്നുണ്ട്. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാവും. ഇപ്പോൾ ഓരോ ദിവസവും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ഒപ്പം തന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ പരമാവധി ഇറക്കിക്കൊണ്ട് ഇനി അങ്ങോട്ടേക്ക് 15 ദിവസമേ ഉള്ളൂ. ഒരു നേരം പോലും വിശ്രമിക്കാനില്ലാത്ത രീതിയിൽ തന്നെയാണ് ഓരോ പ്രചാരണവും നടക്കുന്നത്. ആലപ്പുഴയിൽ ഇന്നിപ്പോൾ കുട്ടനാടിലെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റെജി ചെറിയൻ്റെ നാമനിർദ്ദേശ പത്രിക ഉണ്ടായിരുന്നു. അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്നത്തേക്കാണ്. അതിൻ്റെ സൂക്ഷ്മ പരിശോധനയിലെ ഒരു വിശദ പരിശോധന അത് ഇന്ന് നടക്കും. ഇന്ന് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരും എന്നുള്ളതും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാ മുന്നണികളും സജീവമായി തന്നെ അതിരാവിലെ ഈ ചൂടൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രചാരണത്തിൻ്റെ ഏറ്റവും അത്യുന്നതങ്ങളിലേക്ക് എത്തുകയാണ്. ദിൽന വിവരങ്ങൾ നൽകിയത്. അതായത് ഇന്നും ഒരു പത്രികയിൽ വിശദമായ പരിശോധന നടക്കാൻ പോവുകയാണ് കുട്ടനാട്ടിൽ. അങ്ങനെ എന്താ പറയുക, ഇതിലുള്ള ചലഞ്ചസ് വരെ അത്ര രൂക്ഷമായിരുന്നു. അങ്ങനെ ചലഞ്ചിങ് വളരെ രൂക്ഷമായി നടന്ന സ്ഥലമാണ് നേമം ജില്ല തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, നിയമത്തിന്റെ കാര്യത്തിൽ ഇന്നലെ വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് LDF കാര്യമായി രാജീവ് ചന്ദ്രശേഖറിനെതിരായ ഒരു പരാതി ഉന്നയിക്കാൻ തയ്യാറായില്ല എന്ന് ശബരിനാഥൻ പറയുന്നത് വരെ കണ്ടു. പിന്നീട് V ശിവൻകുട്ടി തന്നെ നേരിട്ട് അവിടേക്ക് വരികയും പിന്നീട് അതിൻ്റെ ഒരു വലിയ തർക്കത്തിലേക്കൊക്കെ പോവുകയും ചെയ്തു. അവസാനം പത്രിക അംഗീകരിക്കുന്നു. എങ്കിൽ പോലും പൊതുവിൽ എന്താണ് തെക്കൻ കേരളത്തിലെ ഒരു ട്രെൻഡ്? ഇന്ന് മുതൽ അങ്ങോട്ട് ഈ പത്രികയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളും പാർട്ടികളും അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുമൊക്കെ സജീവ പ്രചാരണത്തിലേക്ക് ഇനി അങ്ങ് ഇറങ്ങുകയാണല്ലോ. ദിൽന, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം 1748 നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ 2125 നാമനിർദ്ദേശ പത്രികകൾ 2105 എണ്ണത്തിൻ്റെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി. 1748 പത്രികകൾ ഇങ്ങനെ സ്വീകരിച്ചു എന്ന് പറയുന്നു. 354 പത്രികകളാണ് തള്ളിയിട്ടുള്ളത്. 3 എണ്ണം പിൻവലിച്ചിട്ടുണ്ട്. ആകെ 1254 സ്ഥാനാർത്ഥികളാണുള്ളത്. ഇതിൽ 26 വരെ, അതായത് നാളെ 3 മണി വരെ സംബന്ധിച്ചുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷമായിരിക്കും നമുക്കൊരു ചിത്രം വ്യക്തമാവുക. ഇന്നലെ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേമം സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, NDA. അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണക്കുകൾ നൽകിയതിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേമത്തെ തന്നെ UDF സ്ഥാനാർത്ഥിയായ ശബരിനാഥ് രംഗത്ത് വന്നിരുന്നു. അത് തൽക്കാലത്തേക്ക് നാമനിർദ്ദേശ പത്രിക മാറ്റിവെക്കുന്നതിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോയിരുന്നു. പിന്നീട് പത്രിക സ്വീകരിക്കേണ്ടി വന്നു. എങ്കിലും ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് ശബരിനാഥും അത് തൊട്ടു പിന്നാലെ ഇതേ ആരോപണവുമായി നേമത്തുള്ള LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം അപരന്മാർ വലിയ ഒരു
ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ചില മുന്നണികൾക്കെങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ അപരന്മാർ ഭീഷണിയാവുന്നത് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോൾ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള അപരന്മാർ ഭീഷണിയായി നമ്മൾ കണ്ടതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതേ പേരുള്ള അപരന്മാർ ഒരു ഭാഗ്യാന്വേഷികളാവുന്ന ഒരു കാലം കൂടിയാണിത്. കോഴിക്കോട് നമുക്കറിയാം എലത്തൂർ മണ്ഡലത്തിൽ ഇതുപോലെ തന്നെ AK ശശീന്ദ്രൻ ശരത് പവാർ വിഭാഗം NCP ശരത് പവാർ വിഭാഗത്തിലെ AK ശശീന്ദ്രനെതിരെ അജിത് പവാർ വിഭാഗത്തിലെ മറ്റൊരു CK ശശീന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഇത് കൊടുത്തിരുന്നു, നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്നു. ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനിടയിൽ ഇതിൻ്റെ സ്ലിപ്പുമായി ഒരു അജ്ഞാതൻ കടന്നു കളഞ്ഞ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ അപരന്മാരെ പൂട്ടാൻ വേണ്ടിയും അവരെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മീനച്ചൂടിനൊപ്പം തന്നെ പോരാട്ട വീര്യവും വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ ആരൊക്കെ ഉണ്ടാവും ഈ അങ്കത്തട്ടിൽ എന്ന് അറിയണമെങ്കിൽ നാളെ 3 മണി വരെ നമുക്ക് വൈകുന്നേരം 3 മണി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഒരു നേർചിത്രം വ്യക്തമാവുകയുള്ളൂ. ശരി, വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ് അവിടെ നിന്ന് വർഷ ഗിരീഷ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ഇന്നലെ ഏറ്റവും രസകരമായി എനിക്ക് തോന്നുന്നത് എലത്തൂർ മണ്ഡലത്തിലെ സംഭവമാണ്. അവിടെ NCP അജിത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി PK ശശീന്ദ്രന്റെ സ്ലിപ്പ് എടുത്ത് ആള് പോയി എന്നാണ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ റെസിപ്റ്റ് എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയുന്ന കാഴ്ച ഇന്നലെ കണ്ടത് എലത്തൂർ. അതെ, അത് ഈ ക്ലോക്ക് ചിഹ്നത്തിൽ അവരാണല്ലോ ഔദ്യോഗികമായി NCP, അതുകൊണ്ട് ക്ലോക്ക് ചിഹ്നം എന്ന NCPയുടെ ചിഹ്നത്തിൽ മത്സരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒരു നടപടി എന്നാണ് അജിത് പവാർ വിഭാഗം NCP ആരോപിക്കുന്നത്. എന്തായാലും AK ശശീന്ദ്രനെതിരെ PK ശശീന്ദ്രൻ അതേ പേരുള്ള ഒരാൾ കൂടിയാണ്. വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വർഷ, എന്താണ് കോഴിക്കോടത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം? ഒപ്പം ഇന്ന് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട് കോഴിക്കോടേക്ക്. എത്രത്തോളം ആവേശത്തിലാണ് UDF പ്രവർത്തകർ? ഗോകുൽ ദിൽന, കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും ആവേശകരമായ കാര്യം രാഹുൽ ഗാന്ധി എത്തുന്നു എന്ന് തന്നെയാണ്. UDFന്റെ പ്രചാരണത്തിന് കൂടുതൽ ആവേശം പകരാൻ ഇന്ന് രാഹുൽ ഗാന്ധി കോഴിക്കോട് ബീച്ചിലെത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ പര്യടനമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്. അത് തന്നെയാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാർത്ത അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ വിഷയമെന്ന് പറയുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിലും തെരഞ്ഞെടുപ്പ് ചിത്രം നാളത്തെ കൂടി തെളിയുകയാണ്. കഴിഞ്ഞ ദിവസം 112 നാമനിർദ്ദേശ പത്രികയാണ് കോഴിക്കോട് ജില്ലയിൽ സ്വീകരിച്ചത്. ഇതിൽ ബേപ്പൂർ മണ്ഡലത്തിൽ 9 പേരുടെയും, ബാലുശ്ശേരി മണ്ഡലത്തിൽ 5, എലത്തൂരിൽ 10, കൊടുവള്ളി 17, കോഴിക്കോട് നോർത്ത് 10, കോഴിക്കോട് സൗത്ത് 4, കുന്നമംഗലം മണ്ഡലത്തിൽ 10, കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ 6, നാദാപുരം മണ്ഡലത്തിൽ 7, ഇങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക 13 മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പത്രിക സ്വീകരിച്ചിരിക്കുന്നത് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപരനുള്ളത് PV അൻവറിനാണ് എന്നുള്ളതാണ്. PV അൻവറിന് 4 അപരന്മാരാണുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണികളെ സംബന്ധിച്ച് ഈ അപരന്മാർ തന്നെയാണ്. അപരന്മാരെ എങ്ങനെ പിന്മാറ്റാം എന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ച് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ വൈകിട്ട് 3 മണിയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അതിനുള്ളിൽ പരമാവധി അപരന്മാരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എടുത്തു പറയേണ്ടത് UDFനെ സംബന്ധിച്ച് അവർക്കാണ് ഏറ്റവും കൂടുതൽ പല മണ്ഡലങ്ങളിലും അപരന്മാരുള്ളത്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ്. അതെല്ലാം ഇവരെ എല്ലാം പിന്മാറ്റേണ്ട വലിയൊരു ദൗത്യം തന്നെ UDFനുണ്ട്. എന്തായാലും നാളത്തോടു കൂടി കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ ജില്ലകളിലെ എല്ലാം തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി തെളിയുകയാണ്. അതേസമയം ഈ മീനച്ചൂടിൽ കടുത്ത ആവേശത്തിലേക്ക് മുന്നണികളെല്ലാം കടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വളരെ ചൂടേറിയ പ്രചരണം തന്നെയാണ് 3 മുന്നണികളും നടത്തിയിട്ടുള്ളത്. ഇന്ന് UDFനെ സംബന്ധിച്ച് ആ ഒരു പ്രചരണത്തിന് കൂടുതൽ ആവേശം കൂടി പകരുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി അണികൾക്ക് കൂടുതൽ ആവേശം എത്തുമെന്നുള്ളതാണ് പ്രധാനമായും UDF നേതാക്കൾ പറയുന്നത്. ഇത് ഇന്ന് നടക്കുന്ന UDFന്റെ മഹാറാലി കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനം കൂടിയായി മാറുമെന്നുള്ളതാണ്. സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും ഇന്ന് കോഴിക്കോടേക്ക് എത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇന്ന് UDFനെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ ഒരു ദിവസം തന്നെയാണ്. BJP ആണെങ്കിലും അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ പല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇവിടെ കോഴിക്കോട് എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള സന്ദർശനങ്ങളെല്ലാം ഉണ്ടാകുമെന്നാണ് എന്തായാലും BJPയും പറയുന്നത്. ഇനി നാളത്തോടു കൂടി എന്തായാലും പൂർണ്ണമായൊരു ചിത്രം കോഴിക്കോടും തെളിയും. ദിൽന, ഗോകുൽ.
ശരി, വർഷയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് വൈകിട്ടാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. രാഹുൽ ഗാന്ധി എത്തുന്ന സമ്മേളനം, ആ പൊതു സമ്മേളനം വലിയ വിജയമാക്കാൻ അല്ലെങ്കിൽ വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ UDF ശ്രമിക്കും. കാരണം ശക്തി പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഈ പരസ്യ പ്രചാരണം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയൊരു പരിപാടിയായിട്ട് മാറ്റാനാണ് ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥികൾ വന്ന ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഇവന്റാണ്. ഏതായാലും അപരന്മാർ ഇപ്പോഴും ശല്യത്തിലുണ്ട്, അവരുടെ ഭീഷണിയുണ്ട്. അവരിൽ ആരൊക്കെ നാളെ ഒരു ദിവസം കൂടി സമയമുണ്ട്. അതെ, നാളെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഈ ചിത്രം പൂർണ്ണമാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.